ഇടയ്ക്കൽ ഗുഹ. അപ്പോൾ ഗൈസ് ഇതാ ഇടയ്ക്കൽ ഗുഹ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഇടുക്ക് പിടിച്ച വഴിയാണ്. എങ്ങനെ പോകാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉള്ളിൽ കയറാനൊക്കെ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ്ടില്ലേ ഭയങ്കര പാറയൊക്കെയാണ്. കൈവഴുതി വീണു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ നിറയെ സ്പീഷീസ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. പണ്ടുള്ളവരെ കുറേ വരച്ചതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇടയ്ക്കൽ ഗുഹയിൽ മെയിനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ കയറുമ്പോൾ സ്റ്റെപ്പൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതാ നീര് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നാലെ കയറുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഇതിൽ നമ്മൾ വയസ്സായിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 300 സ്റ്റെപ്പോളം നമുക്ക് നടക്കാനുണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ 300 സ്റ്റെപ്പോളം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വയസ്സായിരുന്നൊന്നും കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളിലൊന്നും അധികം കൊണ്ടുപോകണ്ട കേട്ടോ. സോ ഗൈസ് ഞങ്ങൾക്ക് തന്നെ വെയ്യാണ്ടായിപ്പോയി. അപ്പോൾ ഗൈസ് ഞാനിത് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ അരക്കൽ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വയനാടുള്ള കൽപ്പറ്റയിലാണ് കേട്ടോ. സോ അടിപൊളി റിസൾട്ടായിരുന്നു. നമ്മൾ താമസിച്ചുകൊണ്ട് പറയല്ല, സൂപ്പർ റിസൾട്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നീല് പറഞ്ഞ പോലെ നല്ലപോലെ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹേ ഗൈസ്, നമ്മൾ ഇന്നുള്ളത് വയനാട് കൽപ്പറ്റയിലുള്ള അറക്കൽ റിസോർട്ടിലാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഇന്നലെ വയനാട്ടിൽ സ്റ്റേ ചെയ്ത ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അരക്കൽ റിസോർട്ട് കൽപ്പറ്റയിലാണ് ഉള്ളത്. സോ നമ്മൾ ഇന്നലെയാണ് ഈ റൂം എടുത്തത്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതിന് മുമ്പ് കുറേ അവിടെ ഇതുപോലെ ഊട്ടി എല്ലാവിടെയും നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര എന്താ പറയുക ഒരിത് തോന്നിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും വയനാട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും തോന്നി. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. സോ നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് വന്നാലോ. ബാ. ഇതാണ് ആ റൂം വരുന്നത്. ഭയങ്കര സ്പേഷ്യസ് റൂമാണ്. ഇതിൻ്റെ ആ ഒരു ട്രിപ്പിൾ കോട്ടാണ് വരുന്നത്. പിന്നെ ഇതാ TV ഉണ്ട്. നമുക്ക് യൂട്യൂബ് കണ്ടിട്ടാണ് ഇഷ്ടമുള്ളത് കാണാൻ പറ്റും. AC ഉണ്ട്. പിന്നെ അവൻ്റെ ആ ഇന്ത്യയിലെ വർക്കൊക്കെ നോക്കും, അടിപൊളിയായിട്ടില്ലേ. പിന്നെ നമുക്ക് ഇതാ ഇഷ്ടമുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി മിറർ അടക്കം ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് എക്സ്ട്രാ വേണ്ട ഗ്ലാസ് അടക്കം അവർ കൊണ്ട് തന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് വാങ്ങി വെള്ളമൊക്കെ കുടിക്കുന്നത് നമുക്ക് ഗ്ലാസ് അടക്കം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ടർക്കി തുടങ്ങിയ എല്ലാം നമുക്ക് ആവശ്യമുള്ളത് എല്ലാം അവിടെ വെച്ച് തന്നിട്ടുണ്ടോ. ഇനി നമുക്ക് ഇതിന്റെ ബാത്റൂം കണ്ടാലോ ഗൈസ്. വിളിക്കാണെങ്കിൽ അപ്പോൾ ഗൈസ് ഈ ഒരു അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ അവർ എക്സ്ട്രാ ബെഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ സാധനം വേണോ അതൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ വരികയാണെങ്കിൽ അറക്കൽ റിസോർട്ട് മിസ് ചെയ്യരുത്. നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. എല്ലാ സർവീസും അവൈലബിൾ ആണ്. അഫോർഡബിൾ റേറ്റ് ആണ്. എല്ലാവരും വയനാട് വന്നു വെച്ചാൽ എല്ലാവർക്കും റിസോർട്ടിൽ അറക്കൽ ഹോം സ്റ്റേ ആണ്. അറക്കൽ ഹോം സ്റ്റേയില് കൽപ്പറ്റയില്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. നമ്മൾ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റൂം നമ്മൾ കണ്ടു. ഇത് അത്യാവശ്യം വലിയ റൂമാണ്, ഫാമിലി റൂമാണ് കേട്ടോ. ഇത് ഒരു വലിയ ബെഡും പിന്നെ 2 ചെറിയ ബെഡുമാണ്. പിന്നെ 2 AC ഉണ്ട്. പിന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം വലിയ ബാത്റൂമാണ് ഗൈസ്. പിന്നെ വിൻഡോ സൈഡിലൊക്കെ വ്യൂ കാണാൻ നല്ല ആ മലപ്രദേശം കാണാൻ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. പിന്നെ ഗൂഗിൾ TV ആണ്. പിന്നെ സോഫ, പിന്നെ 2 AC ഉണ്ടായിരുന്നു. പിന്നെ ഒരു മിററും പിന്നെ വലിയ വാർഡ് ബോർഡും ഉണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് വേണ്ടി 2 ഹെയർ ഷാമ്പൂ ഒക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്.